ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റി വീണ്ടും വീണ്ടും കിരണായിട്ട് അടുക്കാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ ഇനി തിങ്കളാഴ്ച മുതൽ കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ക്രിസ്റ്റി മനസ്സിലാക്കുകയാണ് കിരണായിട്ട് അടുക്കണമെന്നുണ്ടെങ്കിൽ കല്യാണി എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് മാറിയാൽ മാത്രമേ കിരണായിട്ട് അടുക്കാൻ പറ്റുള്ളൂ. കിരൺ ഒരിക്കലും മോഡേൺ ആയിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടമല്ല, കുറച്ച് അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ള ഒരു നാടൻ പെൺകുട്ടിനെ ഇഷ്ടമെന്ന് നമ്മുടെ ക്രിസ്റ്റി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റി കല്യാണി ആദ്യം വന്നപ്പോൾ ആ ഒരു അച്ചടക്കവും ആ ഒരു വേഷപ്പകർച്ചയിൽ ക്രിസ്റ്റിയും വരാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മോഡേൺ ലുക്ക് വരുമ്പോഴേക്കും ആർക്കും ക്രിസ്റ്റീനെ ഇഷ്ടമല്ലെന്ന് ക്രിസ്റ്റിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കല്യാണി ആവാൻ വേണ്ടി ക്രിസ്റ്റി ശ്രമിക്കുക കേട്ടോ. കല്യാണിയുടെ അതേ ധാവണിയും കല്യാണിയുടെ അതേ വേഷപ്പകർച്ചയും സംസാര രീതിയും ഒക്കെ ക്രിസ്റ്റി കോപ്പി അടിക്കുവാണ്. അതിനുശേഷം കിരണിന്റെ മുമ്പിലേക്ക് വരുവാണ്. കിരൺ ആകെ ഞെട്ടിപ്പോവാട്ടോ. ഇത്രയും നാള് മോഡേൺ ലുക്കിൽ വന്ന ഒരാള് പെട്ടെന്ന് ദേ നാടൻ ലുക്കിൽ വന്നിരിക്കുന്നു. ക്രിസ്റ്റി ഇത് ഭയങ്കര മാറ്റമാണല്ലോ, എന്തായാലും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് ഈ വേഷത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്റ്റി വിചാരിക്കണോ അപ്പൊ എന്നോട് അട്രാക്ഷൻ തോന്നി തുടങ്ങി കിരൺ സാറിനെ എന്ന് വെച്ചിട്ട് ക്രിസ്റ്റി വീണ്ടും വീണ്ടും അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വരിക കേട്ടോ. സാരിയാണ് ഉടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് വൾഗർ ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിട്ട് ഉടുക്കുന്നത്. അപ്പൊ നമ്മുടെ രതീഷ് പറയുന്നുണ്ട് ഇവളുടെ ഉദ്ദേശം വേറെ എന്തോ ആയിട്ടാണ് സർ എന്ന് പറയുമ്പോൾ രതീഷ് എന്താ ഉദ്ദേശിക്കണമെന്ന് കിരൺ പറയുമ്പോൾ സാറിന് മനസ്സിലായില്ലേ, സാറിന്റെ അടുത്തൊരു പ്രത്യേക അടുപ്പം അവൾ കാണിക്കുന്നുണ്ട്, സാറിനത് മനസ്സിലാവുന്നില്ലേ, അവള് ഉദ്ദേശം വേറെ എന്തോ ആണെന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടേ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ തോന്നലാണ്, അവൾ കുറച്ച് മോഡേൺ ചിന്താഗതിക്കാരിയാണ്, അതുകൊണ്ട് തോന്നണതാന്നൊക്കെ പറയാണ്. പക്ഷെ പിന്നെ കിരണും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്, ക്രിസ്റ്റിക്ക് എന്തോ ഒരു അടുപ്പം കിരണോട് ഉള്ളതായിട്ട് കിരണിനും തോന്നുന്നുണ്ട്. അങ്ങനെ ക്രിസ്റ്റി ആണെന്നുണ്ടെങ്കിൽ കല്യാണി വരുന്നതിന് മുമ്പ് മാക്സിമം കിരണിനെ അടുപ്പിക്കാവുന്നതിൽ എത്ര അടുപ്പിക്കാവോ ആ രീതിയിലൊക്കെ അടുപ്പിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. കല്യാണിനെ പോലെ നടക്കുന്ന, കല്യാണിനേക്കാളും കുറച്ച് സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ കാണിക്കുന്ന. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും കിരണിനും കുറച്ച് അടുപ്പം തോന്നുന്നുണ്ട്. പക്ഷെ വേറെ രീതിയിലല്ല, കുറച്ച് അടുപ്പവും കാര്യങ്ങളൊക്കെ കാണാം. നല്ല സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ഇത്രയും ചിന്തിച്ച് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ കാർത്തികയുടെ കമ്പനി വളർത്താൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ ക്രിസ്റ്റിയെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടല്ലോ. ആ ഒരു അടുപ്പം മാത്രമേ കിരണിനുള്ളൂ. പക്ഷെ ക്രിസ്റ്റിക്ക് അങ്ങനെയല്ല. എന്തായാലും ക്രിസ്റ്റിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Take care. Bye bye.